ഇതൊക്കെ ഹായ് ഹലോ പ്രിയങ്ങളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് അധികം സന്തോഷവും സങ്കടവും സമാധാനവും സങ്കടമൊന്നുമില്ല കേട്ടോ, എല്ലാം കൊണ്ടും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അപ്പം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യം ലൈക്ക് ചെയ്തിൽ ചിലപ്പോൾ മറന്നു പോയാലോ. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്ന് വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന് പറഞ്ഞ് ഇന്നലെ സത്യം പറഞ്ഞാൽ ഈ പുലി വരുന്നേ എന്ന് പറഞ്ഞ പോലെ ആയും തോന്നും. കാരണം ഇന്നലെ അത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പണിയൊന്നും തീർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മണ്ണ് വരുമെന്ന് പറഞ്ഞെങ്കിലും എന്നത്തെയും പോലെ ആയിരിക്കും എന്ന് കരുതി. പക്ഷേ രാവിലെ എഴുന്നേറ്റ് വന്ന് അടുക്കള വാതിലും ഫ്രണ്ടിലെ വാതിലും തുറന്നിറങ്ങി. അപ്പം തന്നെ കുറച്ച് നേരം വെള്ളം കുടിച്ച് അവിടെ ഇരുന്നപ്പോൾ തന്നെ വണ്ടി വന്നു കേട്ടോ, മണ്ണ് വന്നേ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഞായറാഴ്ചയാണല്ലോ, എന്തായാലും എല്ലാവരും ലീവുള്ള ദിവസമല്ലേ. അപ്പം പിന്നെയാണെങ്കിൽ ദോശയ്ക്കുള്ള മാവ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആവശ്യക്കാർക്ക് വേണ്ടപ്പോൾ ചുട്ട് കൊടുക്കാം, എന്തായാലും വേണ്ടില്ല. ചേട്ടാ ഒറ്റയ്ക്കാണല്ലോ മണ്ണ് നീക്കണത്. അപ്പോൾ ഞാനും കൂടെ വേഗം, തൂമ്പ നമുക്കൊരു തൂമ്പ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ഇല്ലാത്ത തൂമ്പയാണ്, അതുകൊണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ. അത് ചേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയിട്ട് തൂമ്പ വാങ്ങിക്കൊണ്ടുവന്നു. അത് നല്ല കനമുള്ള തൂമ്പ കേട്ടോ. അപ്പോൾ ഒന്നാമത് ഈ ഷോൾഡറിന് വേദനയും കൂടി ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ തൂമ്പ എടുത്ത് പൊന്തിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ വലിച്ച് നീക്കിയിടാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും പറ്റുന്ന പോലെയൊക്കെ നീക്കി കേട്ടോ. അപ്പോഴത്തേക്ക് ആദ്യകൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അവന് ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ തന്നെ അവൻ ചാടി എഴുന്നേറ്റ് വന്നു കേട്ടോ. ആദ്യകൂട്ടൻ മണ്ണ് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടേ ഉള്ളൂ, ആൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. പിന്നെ ആദ്യകൂട്ടൻ മെല്ലെ തൂമ്പ അച്ഛനോട് വാങ്ങിയ സമയത്ത് വലിയ കനമുള്ള തൂമ്പ ചേട്ടൻ്റെ കൈ കൊടുത്തു കേട്ടോ. ആ തൂമ്പ എടുത്ത് പൊന്തിക്കാനാവില്ല, അത് എല്ലാവർക്കും ഇങ്ങനെ വലിച്ചിതാക്കാനേ കഴിയുള്ളൂ കേട്ടോ, അതുപോലെ കനാണേ. പിന്നെ ഇവർക്ക് ആരോഗ്യമുള്ളവർക്കൊക്കെ പറ്റും. പിന്നെ ആദ്യകൂട്ടൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി വിളിക്കേണ്ടിയില്ലായിരുന്നു തോന്നിപ്പോയിട്ടോ. കാരണം എന്താ പറയുക, ആദ്യകൂട്ടൻ പിന്നെ ഒരു മിനിറ്റ് നിന്നിട്ടില്ല, പുറകെ ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാതെയാണ് എല്ലാവരും ഇറങ്ങിയത്. വെള്ളമൊക്കെ കുടിച്ചു, ഓരോ ഗ്ലാസ് പച്ചവെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ചേട്ടായിക്ക് തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ, കുറച്ചധികം തുണി ഉണ്ടായിരുന്നു കഴുകാൻ. ഇപ്പോൾ ഏട്ടന് തുണി അത്യാവശ്യം എല്ലാം തന്നെ ഇപ്പോൾ ചേട്ടൻ തന്നെയാണ് കഴുകാറ്. ഏതെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഉള്ളത് ഞാൻ വെറുതെ കഴുകുന്ന കൂട്ടത്തിൽ കഴുകുക കേട്ടോ. പിന്നെ മോനൂസ് കഴുകും. അങ്ങനെ ആയതുകൊണ്ടിപ്പം കുറേയൊക്കെ നമുക്ക് അധ്വാനം കുറച്ചൊക്കെ ഒരു കുറവുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ 5 പേരും കൂടി ആകുമ്പോൾ എന്തായാലും ഒരുപാടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, അപ്പോൾ അലക്കാനൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അലക്കാൻ ഇറങ്ങിയ സമയത്താണ് മണ്ണ് വന്നത്. പിന്നെ അതവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ എന്നാൽ പിന്നെ പറ്റുന്ന പോലെ ഞങ്ങൾ വിചാരിച്ചു ഓരോ ലോഡ് വരുമ്പോൾ ആ ലോഡ് വേഗം അങ്ങ് നിരത്താം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ച പോലെ അല്ല കേട്ടോ, നമ്മൾ കുറേ നോക്കിയിട്ടും നമ്മളെ കൊണ്ട് എത്തിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഒരു ലോഡ് നമ്മൾ നീക്കി വരുമ്പോഴത്തേക്കും അടുത്ത ലോഡ് വരുമല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ പുറകുവശത്തെ ആ മണ്ണ് അങ്ങനെ ഉറച്ച് കിടക്കുന്ന മണ്ണാണേ. അത് നമ്മൾ കൈകൊണ്ട് ഞങ്ങൾ വിചാരിച്ചാലാവില്ല, തൂമ്പയ്ക്ക് കൊത്തിയാൽ കിട്ടില്ല. അപ്പം എന്തായാലും കുറേ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ നമുക്കിത് തൽക്കാലം JCB വിളിക്കുകയായിരിക്കും നല്ലതെന്ന്. കാരണം എന്താ വെച്ചാൽ ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഉള്ളൂ, തിങ്കളാഴ്ച എഴുന്നേറ്റ് എല്ലാവർക്കും പണിക്കും പോകണ്ടേ. അപ്പം പറ്റാതെ ആയിപ്പോയാൽ എല്ലാ തരത്തിലും മുടങ്ങുമല്ലോ, എല്ലാ രീതിയിലും ബുദ്ധിമുട്ടാവും. എന്നാൽ പിന്നെ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ച്, എന്നാലും വേണ്ടില്ല ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ മണ്ണ് നീക്കിക്കൊണ്ടേയിരുന്നു. കുടു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. മോനൂസ് അവനെ വിളിച്ചു ഞങ്ങൾ, പക്ഷേ അവൻ എഴുന്നേറ്റില്ല കേട്ടോ. കാരണം അവന് പനിക്കോളുണ്ടായിരുന്നു, കൂട്ടത്തിലൊരു തലവേദന ക്ഷീണം ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് വയ്യ, തലവേദനയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വിളിക്കുന്നില്ല എന്ന് കരുതി കേട്ടോ. അങ്ങനെ അവനവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യകൂട്ടന് പിന്നെ തിന്നാൻ കുടിക്കുക ഒന്നും വേണമെന്നില്ല, പണിയെടുത്താൽ മതി കേട്ടോ.
നമ്മളെയൊക്കെ ബാക്കിയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ പറയുക, കൊത്തിയിട്ടും നീങ്ങി പോരുന്നൊന്നുമില്ല കേട്ടോ. കൊത്തിനത്ര ഉഷാറൊന്നും പോരാ. ഇതൊക്കെയാണ് കൊത്തിൻ്റെ ഒരു രീതി ഇപ്രാവശ്യം കേട്ടോ. കൈ പൊന്തണ്ടേ, ഇത് പറ്റണ പോലെയല്ലേ ഇപ്പോൾ കൊത്താൻ പറ്റുള്ളൂ അല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അവിടെ അതായത് ശനിയാഴ്ച ഞാൻ ചെന്നപ്പോഴത്തെ ലാബ് അടച്ചു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഓർത്തു തിങ്കളാഴ്ച ഇന്ന് പോവാം, ഞായറാഴ്ച എന്തായാലും അവിടെ ഞങ്ങൾക്ക് ഇവിടെ അവധിയാണ്, പിന്നെ ഇപ്പോൾ തിങ്കളാഴ്ചയല്ലേ, അപ്പോൾ തിങ്കളാഴ്ച പോവാമെന്നൊക്കെ വിചാരിച്ച് ഇനിയിപ്പോൾ ഒഴിവ് പോലെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ എന്താ പറയുക, വീഡിയോയിൽ നമ്മൾ അത്രത്തോളം ചേർത്ത് നിർത്തുന്നവർ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളതിനുള്ള ഇത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ പോലും വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക എന്നൊക്കെ പറയുന്നത് ഒത്തിരി നമ്മളെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇവനെ നമ്മളാരും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല കേട്ടോ. അവസാനം ഞാൻ ഗതികെട്ട് തൂമ്പ വാങ്ങിയിട്ടു കേട്ടോ. അതിന് പിന്നെ മുഖമൊക്കെ വീർപ്പിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വരാം, അമ്മ ദോശ ഇട്ട് തരാം, ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ബലം പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം അതാ മോനസ് അവിടെ കിടക്കുന്നുണ്ടേ. ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാര്യം പറഞ്ഞാൽ ദോശയ്ക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നെയ്യാക്കിയിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങാണ്ട് വാങ്ങി നെയ്ക്കുപ്പി ലേശം നെയ്യ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്യൊക്കെ ഇട്ട് നെയ്യ് ഇട്ടിട്ട് ദോശ ഇട്ടാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് കറിയൊന്നും വേണമെന്നില്ലല്ലോ, വെറുതെ തിന്നാലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. മുത്താറി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്ന് മുത്താറി വാങ്ങണം. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത ആൾക്കുള്ള ദോശ ചൂടാന്ന്. ഇനിയിപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല, അപ്പോൾ പിന്നെ നമുക്ക് ഇനി വീണ്ടും ചെയ്യാൻ പോവാമല്ലോ എന്നൊക്കെ ഓർത്തപ്പം നമ്മളിപ്പോൾ മണ്ണിട്ട് റെഡിയാക്കി വെക്കാമെന്ന് ഓർത്തു. ഇനി അല്ല അനിഫൊക്കെ കട്ടയൊക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് പറ്റുന്നിടത്തോളം പോവട്ടെ, അല്ലെങ്കിൽ തൽക്കാലം ഇവിടെ ഇങ്ങനെ നിർത്താം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ആദ്യകൂട്ടന് വരുന്ന വഴി നമ്മളെ പറമ്പിലുണ്ടായ തക്കാളിയാണ് കേട്ടോ. പറമ്പ് എന്ന് പറയാനൊന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തക്കാളി തൈ നട്ടിട്ടേ. അപ്പോൾ അതിൽ നിന്ന് 2 കിട്ടിയത്, ഒന്ന് ആദ്യകൂട്ടം തിന്നിട്ട് ഒന്ന് എനിക്ക് കൊണ്ടു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തക്കാളി, നമ്മൾ ഒരു വളവും ഇടാതെ ഉണ്ടാകുന്നതല്ല. അപ്പം അതേപോലെ പച്ചയ്ക്ക് കഴിച്ചു ഞാനും കഴിച്ചു, ആദ്യകൂട്ടനും കഴിച്ചു കേട്ടോ. പിന്നെ അവസാനം കണ്ടില്ലേ, ഞങ്ങൾ ഗതി കെട്ട് അവസാനം ഞങ്ങൾ JCB വിളിച്ചു കേട്ടോ. മണ്ണ് കൊണ്ടുവന്നിട്ട് അവൻ തന്നെ പറഞ്ഞു, ചേച്ചിയെ JCB ഉണ്ടായിരുന്നു നമ്മൾക്ക് മണ്ണ് എടുക്കുന്ന സ്ഥലത്ത്, അപ്പോൾ എന്നാൽ അത് വെച്ച് നിങ്ങൾ നിരത്തിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തായാലും വേണ്ടില്ല JCB വിളിച്ചു കേട്ടോ. 1 മണിക്കൂർ 9 മണി തൊട്ടിട്ട് ഒരു 9:50 10 മണിക്കുള്ളിലായിട്ട് JCB വന്നപ്പോൾ സംഭവം ഇട്ട് കഴിഞ്ഞു. അപ്പോഴത്തന്നെ 1600 രൂപയാട്ടോ JCB നമുക്ക് 1 മണിക്കൂർ നേരം പണിയെടുത്തപ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ കുടു അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. കുടുവിന് പിന്നെ ഞാൻ വേഗം വന്ന് ദോശ ചുട്ടോണ്ട് തന്നെ ഞാനൊരു ദോശ കഴിച്ചു. പിന്നെ കുടുവിനുള്ള ദോശ കൊടുക്കാൻ വേണ്ടി പോയി. ആ കുടുവിന് ദോശ ഇട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ആ നെയ്യിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചെറിയ രീതിയിൽ പഞ്ചസാരയും കൂടെ തൂവിയിട്ടു. ദോശ പരത്തി കഴിഞ്ഞിട്ടേ നെയ്യും ആക്കി കൂടത്തിൽ ഇത്തിരി പഞ്ചസാരയും കൂടെ ആക്കിയിട്ട് ചുട്ടു. അപ്പം ചെറിയൊരു മധുരവും അപ്പോൾ രസം ഉണ്ടാവുമല്ലോ. അങ്ങനെ കുടു നല്ലപോലെ വയറ് നിറച്ച് ദോശ കഴിച്ച് രാവിലത്തെ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചിട്ടാണ് കളിക്കാൻ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. കഴിക്കാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ ഒന്നും മര്യാദയ്ക്ക് കഴിക്കില്ല, അങ്ങനെ നടക്കും. അങ്ങനെ പിന്നെ അവനും കൂടെ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം അപ്പം മണ്ണ് നിരത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ വേഗം വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. തലേദിവസം വൈകുന്നേരം വെള്ളമൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വെള്ളം എടുക്കാൻ ഓർത്തു. മുന്നിൽ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടോ. അവിടെ നിന്നാണ്, അവിടെ കിണറ്റിൽ നിന്നൊന്നുമല്ല, പൈപ്പിൽ നിന്ന് എടുക്കലാണ് കേട്ടോ. കിണർ മുകളിലാണ്. അപ്പം ആകെ 2 കുടം വെള്ളം മതിയില്ല, അപ്പോൾ അത് പൈപ്പിൽ നിന്ന് എടുത്തോളം ചേച്ചി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത്രയും സൗകര്യമായി കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതവിടെ വെച്ചിട്ട് കുടം അവിടെ വെച്ചിട്ട് വെള്ളം തുറന്നിട്ടിട്ട് ഓടി വരും. അപ്പോൾ ചെറുതെന്തെങ്കിലും ഇവിടെ ചെയ്യാനുണ്ടെങ്കിൽ അത് നിറയുന്ന സമയത്തിന് വേണ്ടിയിട്ടേ. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ ഏതാണ്ട് നിറയാനാകുമ്പോൾ ഓടിപ്പോയിട്ട് എടുത്തുകൊണ്ട് വരും. അങ്ങനെ 2 കുടം വെള്ളവും ഒരു
ബക്കറ്റ് വെള്ളവും കൂടെ ആയാൽ ഒരു ദിവസത്തേക്കുള്ള വെള്ളമായിട്ടോ. പിന്നെ കുളിക്കാനും മറ്റാവശ്യങ്ങൾക്ക് നമ്മളെ കിണറ്റിലെ വെള്ളമാണല്ലോ എടുക്കേണ്ടത്. പക്ഷേ ഇന്നലെ മിനിയാന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ മണ്ണിടലും അവിടെ നനയ്ക്കലും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കിണറ്റിലെ വെള്ളമൊക്കെ കൂടെ നല്ല കലങ്ങിയ കളറായിട്ടുണ്ട്. ശരിക്കും അത് ഇന്നിപ്പോൾ ഞാൻ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാനത് ഡോക്ടറോട് പറഞ്ഞു കേട്ടോ. എനിക്ക് പേടി തോന്നുകയാണേ. അങ്ങനത്തെ വെള്ളത്തിലൊന്നും അങ്ങനെ പേടിക്കാനുണ്ടോ എനിക്കറിയില്ല. നമ്മളെ വെള്ളം കണ്ടാൽ ശരിക്കും പേടിയാവും കേട്ടോ. എന്തായാലും വേണ്ടില്ല, കിണർ തേവണം. അപ്പോൾ ഈ മണ്ണിട്ട ഉടനെ തേവി കഴിഞ്ഞാൽ വീണ്ടും ഈ മണ്ണ് നനയ്ക്കലും വെള്ളം ഒഴിക്കലും ഒക്കെ കൂടിയാകുമ്പോൾ വീണ്ടും ഈ വെള്ളം തന്നെ ചളിവെള്ളമായിട്ട് ഇത് തന്നെ കിണറ്റിലേക്ക് ഇറങ്ങൂലേ എന്നാണ്. അത് വിചാരിച്ചിട്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് അത്യാവശ്യം ഇവിടെ നനയ്ക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് തേവാന്ന് വിചാരിച്ച് നിന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് അന്തം കുന്തം ഇല്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാനിന്ന് മോൻ്റെനോട് പിന്നെ അവനും ഒരു ടെൻഷനായിപ്പോയി. അവനും എന്നോട് ചോദിച്ചു, അമ്മേ അവന് പനി തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവനും ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് പേടി കേട്ടോ. നമ്മളെ വെള്ളം കണ്ടാൽ നിങ്ങളും പറയും വെള്ളം ഞാൻ കാണിക്കാത്തതാണ് കിണറിൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും കിണർ തേവണം. ഇപ്പം കുറച്ചുകൂടി നീട്ടി വെക്കണോ അല്ലെങ്കിൽ ഉടനെ തേവണോ എന്നുള്ളൊരു അങ്ങനെ. പിന്നെ അടുത്ത ചേട്ടായും കൂടെ വന്നു. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടായും വന്നു. ചായ കുടിച്ചിട്ട് ചേട്ടായി കല്യാണമോ ചെറിയ പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചേട്ടായി പോയി. പിന്നെ ഈ ആദ്യക്കൂട്ടനെ നിർത്തുന്നില്ല കേട്ടോ. അവൻ പിന്നെയും പി പി വായിലും തൂമ്പ കയ്യിലും. കണ്ടില്ലേ ആളെ സ്ഥിതി ഇതാണ് കേട്ടോ. എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ആൾ അവിടെ നിന്ന് മാറുകയില്ല. പിന്നെ അപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തൻ്റെ ഇലയൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു കിഴങ്ങ് എടുത്ത് തോരൻ വെക്കാം. അപ്പുറത്ത് എന്താ കറി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കിഴങ്ങ്. അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു നന്നായി, ഞാനിപ്പോൾ എന്താ കറി വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു, എന്നാൽ ഞാനും കിഴങ്ങ് തോരൻ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വേണ്ട മത്തൻ്റെ ഇല ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ മത്തൻ്റെ ഇല കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ അത് തോരൻ വെച്ചു. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം, ഹോസ്പിറ്റലിൽ പോകണം, മോനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ചോറും വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒരാളവിടെ വെള്ളത്തിൻ്റെ നനവ് പോക്കുമ്പോൾ ഒരാൾ ഇവിടെ വെള്ളം കാല് കഴുകലുമായിട്ട് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് പൈപ്പ് ഞാൻ അവസാനം എടുത്ത് പൊന്തിച്ച് വെച്ചു. അപ്പോഴത്തേക്കും മോനൂസ് അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കഴുകാൻ പോയി. അവൻ്റെ ഡ്രസ്സ് അവൻ കഴുകിയിട്ടു. അപ്പം ആദ്യകൂട്ടൻ എപ്പോഴും തൂമ്പയായിട്ട് നടക്കുകയാണ്. പിന്നെ ഈ മക്കൾ ഇവരെല്ലാവരും ഇതിൽ ഓടുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. നമ്മളെ തറേൻ്റെ തൊട്ടടുത്താണല്ലോ കിണർ. അപ്പോൾ അലക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്തായെന്ന് വെച്ചാൽ കിണറ്റിൽ നിന്ന് മോട്ടറിൽ നിന്ന് കണക്ഷൻ കൊടുത്തേക്കുന്ന പൈപ്പ് അതിൻ്റെ ഇതിൽ നിന്ന് ഊരി അങ്ങ് പോയിട്ടോ. ഊരിപ്പോയ പാടെ ആദ്യകൂട്ടം പറഞ്ഞു അമ്മ അച്ഛൻ്റെ മറ്റേ പ്ലംബിങ്ങിൻ്റെ അതിനകത്തൊരു പശയുണ്ട്, ആ പശ ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞേ. ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തപ്പം ഇത് അവൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് മോനൂസ് അലക്കിക്കൊണ്ട് നിൽക്കുമ്പം പൈപ്പ് ഊരിപ്പോയി. മോനൂസ് അമ്മ വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ അവിടെ നിർത്തിയിട്ട് പോയിട്ടോ. അപ്പോൾ ആദ്യകൂട്ടം പോയിട്ട് ഈ പറഞ്ഞ പോലെ അന്നും ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇന്നും അവൻ അതുപോലെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനത് പിടിച്ചു എന്നുള്ളൂ കേട്ടോ. അവനത് വേഗം പശയെടുത്ത് ആ ചെയ്യുന്നതിനൊക്കെ ഒരു പെർഫെക്ഷൻ തോന്നിയിട്ട് എനിക്ക് അവൻ ആ ചെയ്യുന്നതിലേ. അപ്പോൾ അവനതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചേട്ടായി ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും അതല്ലേലും അതെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ നിന്ന് വാച്ച് ചെയ്യുന്നൊരു അങ്ങനെ അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല എനിക്കേട്ടാ. ഞാനാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അത്ര വശമൊന്നും ഇല്ല. പക്ഷേ ആദ്യകൂട്ടൻ അതിങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചത് കൊണ്ടാവാം വേഗം പശ വെക്കുന്നു, പൈപ്പ് തുടയ്ക്കുന്നു, അത് പൈപ്പ് ഫിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇവരെ ഈ ചെറുതുങ്ങളെ കളി കണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു കിണർ മൂടാൻ തീരുമാനിച്ചു കേട്ടോ. ഒരു ആസ്പെറ്റോസും കൂടെ ബാക്കിയുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ആ ഷെഡിൻ്റെ സൈഡിൽ കൂടിയൊക്കെ വെച്ചില്ലേ നമ്മൾ ഇപ്പോൾ ഉള്ള അടുക്കളേൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആസ്പെറ്റോസ് ബാക്കിയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, കിണറിൻ്റെ ആ ഭാഗം മൂടിയിടാൻ. കണ്ടില്ല 2 പേരും കിണറ്റിൻ്റെ അടുത്തേ വരും. അപ്പോൾ ഒരാൾ അവിടെ എപ്പോഴും വടിയും പിടിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ അവൾ തൊട്ടടുത്ത വീട്ടിൽ ആണ് കേട്ടോ രാജി. അവൾ എന്ത് ചെയ്തു ഒരു വടിയും കൊണ്ട് വരികയാണെങ്കിൽ അങ്ങനെയല്ല ഈ കിണറിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒരു വടി വേണം. ഞാനായാലും അത് വേണം കേട്ടോ. ഇവരോട് പറഞ്ഞാൽ തീരെ കേൾക്കൂല. ഒച്ചിട്ട് മടുക്കും കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങളൊരു ആസ്പെറ്റോസ് എടുത്തിട്ട് എന്ത് ചെയ്തു അവിടെ മൂടിയിട്ടു കിണർ. അവരെ ഉയരം അധികം ഇല്ലാത്തതുകൊണ്ട് ഇവരെങ്ങനെ എന്താ ചെയ്യാമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അത് വെച്ചിട്ടും പേടിയുണ്ട്. അതിൻ്റെ മുകളിലേക്ക് എങ്ങാനും കയറുമോ എന്താണെന്നൊന്നും അറിയില്ല. ഇവർക്ക് എന്താ തോന്നണേന്നും പറയാൻ പറ്റില്ല. പിന്നെ ആവശ്യത്തിൽ മേലെ കല്ല് പെറുക്കി കിണറ്റിലേക്ക് എറിയുന്നുണ്ട് കേട്ടോ. അവർക്ക് അതൊരു കളിയായിരുന്നു. മോനൂസ് കുറേ അടിക്കും, ഓട്ടിക്കും. മോനൂസ് 2 കൊടുക്കും. ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്.
ആശുപത്രി പോകാൻ സമയം ആവുന്നതുകൊണ്ട് ഇവരെല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മളറിയാതെ എന്തായാലും വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമല്ലോ. നിന്ന് അവസാനം ചോറ് എങ്ങനെയെങ്കിലും ചോറ് വെക്കാമെന്ന് കരുതിയാണ് ഞാൻ നിൽക്കണത്. അപ്പം വേഗം പോയി അരിയിട്ട് ഞാൻ വിചാരിച്ചു കഞ്ഞി വെച്ച് വെച്ചാൽ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാമല്ലോ. അവിടെ ഒരു പരക്കം പാച്ചിൽ ഓട്ടം കഴിഞ്ഞ് കുടുവിനപ്പോഴത്തേക്കും ദാഹിച്ച് കുടുവൊക്കെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു, കുക്കറിൽ അരിയിട്ടു. കുക്കറിലാകുമ്പോൾ പിന്നെ റേഷനരി അല്ല, ഒറ്റ വിസിലുകൊണ്ട് സംഭവം ആവുമല്ലോ. അങ്ങനെ അരി അവിടെ ഇട്ടിട്ട് തോരൻ വെക്കാമെന്ന് കരുതി. അങ്ങനെ മത്തൻ്റെ ഇലയൊക്കെ നല്ലപോലെ കഴുകി നോക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ തോരൻ വെക്കാൻ വേണ്ടി അരിയാന്ന് വിചാരിച്ചു. പിന്നെ മോനുസിനെ അവനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. ആദ്യകൂട്ടനെ കുടുവിനെ വീട്ടിൽ നിർത്തി പോവാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിന്നോളും, രണ്ടുപേരും നിന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഇറങ്ങി അപ്പുറത്തുനിന്ന് എല്ലാവരും കൂടി കളിച്ച് അങ്ങനെയൊക്കെ അങ്ങ് നിന്നോളൂ കേട്ടോ. കിണറിൻ്റെ കാര്യത്തിലുള്ളൂ പേടി. കിണറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. ഇവരെ പേടിക്കണം. അങ്ങനെ നല്ല മത്തൻ്റെ ഇലയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ അരിഞ്ഞ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മത്തൻ്റെ ഇലയെല്ലാം അരിഞ്ഞ് പാത്രത്തിലാക്കി തേങ്ങ ഒതുക്കിയിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയ ഉള്ളിയും ഇത്തിരി കാന്താരി മുളകും പറിച്ചുകൊണ്ട് വന്നു. നമുക്കൊരു കാന്താരി തൈ ഉണ്ട്, അതിൽ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വന്ന ഉടനെ ഞാനിങ്ങനെ വിചാരിക്കുന്നത് എല്ലാം നട്ടുപിടിപ്പിക്കണം, ഉണ്ടാക്കണം എന്നൊക്കെ. പക്ഷേ ഇവിടുന്ന് എല്ലാ പണിയും കഴിയട്ടെ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് നടക്കുമല്ലേ. പിന്നെ ഈ ആദ്യക്കൂട്ടനാണെങ്കിൽ ഒരു മിനിറ്റ് ഇരിക്കണില്ല കേട്ടോ. അവന് തൂമ്പയും കൊണ്ട് നടക്കുകയാണല്ലോ. പിന്നെ ഞാനെന്ത് ചെയ്തു, പിടിച്ച് അവനെ വലിച്ചുകൊണ്ട് വന്നിട്ട് കഞ്ഞി എടുത്തു കേട്ടോ. തേങ്ങ ചിരകിയിട്ട് കഞ്ഞി ചോറ് വെന്ത സമയത്ത് കുറച്ച് കഞ്ഞി ഇങ്ങോട്ട് കോരി വെച്ചാണ്. അപ്പോൾ അതിനകത്ത് ലേശം തേങ്ങയും കൂടെ ചിരകിയിട്ട് ഉപ്പിട്ടിട്ട് കഞ്ഞി കുടിക്കാൻ നല്ല രസമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്കൊക്കെ ഇങ്ങനത്തൊക്കെ ആണല്ലോ ഉണ്ടാവുക. അപ്പം ആ ഇഷ്ടങ്ങളെയൊക്കെ കുറച്ചൊക്കെ ഞാൻ നമ്മളെ മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അവരും കൂടി അറിയട്ടെ തന്നെയാണ് ആ ഒരു രുചിയൊക്കെ. അപ്പോൾ അങ്ങനെ മത്തൻ്റെ ഇല അങ്ങോട്ട് തോരൻ വെച്ചത് കഞ്ഞിയിലേക്ക് കോരിയിട്ടിട്ട് കഞ്ഞി കൊടുത്തു കേട്ടോ. അതുകൊണ്ട് അത് വയറ് നിറച്ച് കുടിച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെ കുടിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലേ. ഇതെല്ലാം ഇത്തിരിയെങ്കിലും അവർ ആരോഗ്യത്തിന് ഗുണം ചെയ്യുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. എന്തൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെ ആദ്യക്കൂട്ടന് കഞ്ഞി കുടിച്ചപ്പോഴത്തേക്കും ബാക്കിയുള്ള ചോറ് ഞാൻ എന്ത് ചെയ്തു, ഊറ്റി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഊറ്റും കേട്ടോ. അപ്പോൾ പിന്നെ റേഷനരിൻ്റെ ചോറ് എന്തായാലും വെള്ളം ഒഴിച്ച് ഊറ്റിയാലേ നന്നാവുള്ളൂ. അങ്ങനെ ചോറ് റെഡിയായി, മത്തൻ്റെ ഇലേൻ്റെ തോരനുമായി. പിന്നെ ഞങ്ങൾ വേഗം പോകാമെന്ന് ചോദിച്ചു ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഞാൻ കുളിക്കാനൊന്നുമില്ല, വേഗം കൈയും കാലും കഴുകി. അപ്പോഴത്തേക്കും തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ OP ഷീറ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നേ. അങ്ങനെ കുടുവിനും കഞ്ഞി വെച്ച് കൊടുത്തു. കുടു അപ്പോഴത്തേക്ക് സ്വന്തം കുളിച്ച് വന്നാണ് കേട്ടോ. കുടു മണ്ണ് കളിച്ച് ഒരു കോലം ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുടു കുളിച്ചിട്ട് വരണേന്ന് പറഞ്ഞപ്പോൾ കുടു സ്വന്തം ബാത്റൂമിൽ പോയി കുളിച്ച് നല്ല കുട്ടിയായിട്ട് വന്നിരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോരുമ്പോഴേ. പക്ഷേ ഇത് പറഞ്ഞ പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് OP ഷീറ്റ് എടുക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളോട് വന്ന് ചേച്ചി സമയം കഴിഞ്ഞു, ഇന്ന് കാണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഏതായാലും മുക്കം വരെ പോയതല്ലേന്ന് ഓർത്തു ഒരു ചായ വാങ്ങിക്കൊടുത്തു കേട്ടോ. മോനസിന് ഇഞ്ചക്ഷൻ വെക്കാൻ പോയി, അതുപോലെ പിന്നെ മരുന്ന് വാങ്ങാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ ചായ വാങ്ങിക്കൊടുത്തു. ചായയും ഒരു കട്ട്ലേറ്റും പിന്നെ അവനൊരു ചിക്കൻ റോൾ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതും വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ചായ കുടിച്ചിട്ട്. എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. എന്തായാലും വേണ്ടില്ല, ഒരു ചെരുപ്പ് വാങ്ങിയിട്ടോ. ഒരിടം വരെ പോകാനുണ്ട്, പറയാം കേട്ടോ എവിടെയാണെന്ന്. ആയില്ലേ. അങ്ങനെ ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ നേരെ നമ്മൾ അങ്ങാടിയിലെത്തിയപ്പം മീനൊക്കെ ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1-1.5 കഴിഞ്ഞ് കാണും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, 100 രൂപയ്ക്ക് കുഞ്ഞൻ മത്തി അങ്ങ് വാങ്ങിട്ടോ. മത്തി കണ്ടപ്പോഴേ കുറേ ആയല്ലോ, പക്ഷേ 100 രൂപയ്ക്ക് വേണ്ടിയിരുന്നില്ല, ഒരു 50 രൂപയ്ക്ക് വാങ്ങിയാൽ മതിയെന്ന് പിന്നെ എനിക്ക് തോന്നിട്ടോ. ഞാൻ തന്നെ എനിക്കുള്ള കുഴി വെട്ടിയതാണ്. എൻ്റെ ദേവി, എന്തോരം ഉണ്ടായിരുന്നു എൻ്റെ അമ്പരാനെ നന്നാക്കാൻ എന്നറിയോ. അങ്ങനെ മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളെ മുന്നിലെ വീട്ടിലെ സിന്ധേച്ചീനെ കണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഞായറാഴ്ച ദിവസമൊക്കെ അല്ലേ കിട്ടുകയുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ അപ്പുറഭാഗത്തേക്കൊക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്ന വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തേ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഇരിക്കുന്നില്ലല്ലോ. പിന്നെ ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് ഓരോരോ പരിപാടി ആയിരിക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പുറഭാഗത്തേക്കൊന്നും പോകാറില്ല കേട്ടോ. നമ്മളെ കുറേ ചേച്ചിമാരും കൂട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷേ എവിടെയും പോകാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ചേച്ചി പുതിയ ചെടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അത് നട്ടതിൻ്റെയൊക്കെ കഥ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ചേച്ചീനെ കാണിക്കാത്ത എന്താ വെച്ചാൽ വീഡിയോയിലേക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു മടി കൊണ്ടാണ്. ചേച്ചിക്ക് വീഡിയോ പിടിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. വീഡിയോ കാണും, അതിനകത്ത് കമൻ്റ് ഇടാറില്ലെങ്കിൽ പോലും കണ്ടിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയും. ഇന്നെ പോലെ മാറ്റം വരുത്തിയാൽ നന്നാവും എന്ന് പറയും.
പിന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും എന്തെങ്കിലും ചെയ്യുന്ന രമ്യയെ വീഡിയോ പിടിക്കും, രമ്യയെ വീഡിയോ ഇട് രമ്യ എന്ന് പറയും കേട്ടോ. അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ് കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു ചേച്ചിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി കൊണ്ടുവന്ന ചെടികളും നട്ട് വളർത്തിയ ചെടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വലിയ വെടായിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വാടക വീട്ടിൽ നിന്ന് താഴേക്ക് വന്നപ്പോഴേ എനിക്ക് വന്നപ്പോൾ തന്നെ ചേച്ചിയാണ് ചെടി കൊണ്ടു തന്നത്. അതും കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച ചെടികൾ, വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്ന കൂടി ചെടികളെ അതൊക്കെ കുപ്പിയോടൊക്കെ തന്നതായിരുന്നു കേട്ടോ. നമുക്ക് തന്നത് 2 കുപ്പി, അത് ഇപ്പോൾ കാണാൻ പോലും ഇല്ല കേട്ടോ. അതാണ് അവസ്ഥയെ. പിന്നെ ചെടികൾ അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നല്ലപോലെ നോക്കുമോ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ചെടികൾ തന്നെ തൈകളൊക്കെ ആയി എനിക്ക് മാറ്റി നടാനായേനെ കേട്ടോ. അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാഞ്ഞിട്ടാണ്. എനിക്ക് ചെടികളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും ഒക്കെ നടാനും ഒക്കെ ആഗ്രഹവും ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ അവിടെ പെറുക്കി ഇപ്പുറത്തേക്ക് വെച്ച് അപ്പുറത്തേക്ക് വെച്ച് ഒരു ഭാഗത്ത് നമ്മളൊരു സ്വസ്ഥമായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെടികളിലേക്ക് ഒന്നിലേക്ക് ശ്രദ്ധിക്കാത്തത് കേട്ടോ. എല്ലാം കരുതാനാവുന്ന സമയത്ത് ചെയ്യാമെന്ന് ഓർത്തിട്ട് കേട്ടോ. ഈ ചെടികളൊക്കെ കണ്ടിട്ട് എൻ്റെ ദൈവമേ, ചിത്രം വരച്ച് വെച്ച പോലെ ഉണ്ടല്ലേ, പെയിൻ്റ് അടിച്ച് വെച്ചതുപോലെ തോന്നില്ലേ. ശരിക്കും ഞാനിങ്ങനെ നോക്കി നിന്ന് ആസ്വദിച്ചു. പക്ഷേ ഈ വീഡിയോ പിടിച്ച മോളാണ് കേട്ടോ, അവിടുത്തെ മൂത്ത മോൾ. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു അമ്പലത്തിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ മലയിലെ അമ്പലത്തിൽ കേട്ടോ. അപ്പോൾ അവളാണ് വീഡിയോ പിടിച്ചിരുന്നത്. അവിടുത്തെ ചെടികളും അവിടുത്തെ ഓരോരോ കാര്യങ്ങളും എന്ത് രസമാണ്. ഇങ്ങനെയൊന്നും മര്യാദയ്ക്ക് നിന്ന് വീഡിയോ ഞാൻ പിടിക്കാറില്ലല്ലോ. നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്ന് പണിയെടുക്കുന്ന അവിടെയും ഇവിടെ വെച്ച് പിടിച്ച് വെക്കുക, എന്നിട്ട് കിട്ടുന്ന സമയത്ത് എടുത്ത് അതൊക്കെയാണല്ലോ. ഇന്ന് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് ഈ ഒരു ഉച്ച സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരു 4-5 വട്ടം 10 വട്ടമൊക്കെ നിർത്തിയാണ് വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ. നമുക്ക് വർക്ക് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ വോയിസ് ഓവർ കൊടുക്കും. പിന്നെ അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ, എന്താ പറഞ്ഞിട്ടുള്ളത്, ഇനി എന്താ പറഞ്ഞത് പറയാത്തതൊന്നും ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസോർഡറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ചേച്ചിയോട് വർത്താനമൊക്കെ പറഞ്ഞ് ഓടി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, വേഗം മീൻ നന്നാക്കിയിട്ട് കറി വെച്ച് തിന്നാകുമ്പോഴത്തേക്കും ചത്തുപോകും വിശന്നിട്ടും തോന്നിയിട്ട് മത്തൻ്റെ ഇലയെടുത്തു, തൈരും അതിനകത്തേക്ക് ഇത്തിരി ഉപ്പും കാന്താരി മുളകും കൂടി ഇട്ടിട്ട് അങ്ങ് പിടിച്ചൊരു പിടിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, എനിക്കിഷ്ടമായി, ഞാൻ കഴിച്ചു. പിന്നെ ആദ്യകൂട്ടനും കൂടുവിനും അവർക്കൊക്കെ കഞ്ഞിയായിരുന്നു കൊടുത്ത, ചോറ് വേണ്ടാന്ന് പറഞ്ഞ് കഞ്ഞി മതിയെന്ന് പറഞ്ഞു. തൈരൊക്കെ ഒഴിച്ചിട്ട് കഞ്ഞി കുടിച്ചു. പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ തിന്നുമ്പോഴും കുടു വായൊക്കെ കാണിച്ച് ഞങ്ങൾ പക്ഷേ വീഡിയോ പിടിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കുടു പറഞ്ഞിട്ട് എനിക്ക് ആ വീഡിയോ ഒക്കെ പിടിച്ചു തന്നത്. ഞാൻ ചോറിന് വീഡിയോ അവനാണ് എനിക്ക് പിടിച്ചു തന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ ചോറുണ്ടാൻ നേരത്ത് പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റാൻഡിലേക്ക് വെക്കാൻ പോകണമെങ്കിൽ കൈ കഴുകണം, അതൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മീനെല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇട്ടു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഒരു ചട്ടി നിറയെ മീനുണ്ട്. സമയം അപ്പോഴത്തേക്ക് 3 മണി ആവാനായിട്ടുണ്ട്. 3:15 അയൽക്കൂട്ടത്തിന് പോകണം. എങ്ങനെ പോവാനാ? അപ്പോൾ എൻ്റെ കയ്യിൽ അതിന് സീലും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യകൂട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് ഞാൻ പറഞ്ഞു, ആദ്യകൂട്ട ചേച്ചിമാരോട് പറയാം അമ്മ വരാം, മീൻ നന്നാക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് പറയുന്നു പറഞ്ഞാൽ ആദ്യകൂട്ടനെ ഓടിച്ചു വിട്ടു കേട്ടോ. ആദ്യകൂട്ടൻ പോയി പറഞ്ഞത് മീനൊക്കെ അവിടെ വെച്ചിട്ട് മര്യാദയ്ക്ക് വേഗം വരാൻ പറയാൻ പറഞ്ഞു കേട്ടോ. ഇന്നലെ അയൽക്കൂട്ടങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, മത്തി ഇതുണ്ടല്ലോ, നല്ല കുഞ്ഞു മത്തിയായിരുന്നു കേട്ടോ. സംഭവം ഇത് പീരയൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മക്കളെ, എത്ര കഷ്ടപ്പാടാണ് നന്നാക്കാമെന്ന് പറഞ്ഞാലും ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ആഹാ പൊന്നു മോനെ, ഇത് മാത്രം മതി ചോറുണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, നന്നാക്കി. ഞാനൊരു വിധത്തിലൊക്കെ ഞാൻ നന്നാക്കി. ഇവരെ ആരെങ്കിലും കൂട്ടിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഇവരെ ആരെങ്കിലും അതിനകത്ത് കൈ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരട്ടിപ്പണി ആവുണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യകൂട്ടം മതി, ഈ ചട്ടി നിറയെ മീനുണ്ട്, ഇത് മുഴുവൻ വീഡിയോ പിടിക്കൽ നടക്കില്ല ഇനി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഓഫാക്കി വെച്ചു. പിന്നെ 4-4:15 ആയി തോന്നുന്നുണ്ട് ഞാൻ മീൻ നന്നാക്കി കഴിഞ്ഞപ്പോൾ കേട്ടോ. തുണി ഏതാ കിടക്കുന്നു, രാവിലെ എടുത്തിട്ട തുണികളാട്ടോ, അത് മുഴുവനും അലക്കാൻ കിടക്കുന്ന തുണികൾ. അതൊക്കെ ഇനി എപ്പോൾ അലക്കുകയെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും വേണ്ടിയില്ല, പറയാം കേട്ടോ ബാക്കി എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ ദൈവമേ, ഒന്ന് ഓർക്കാൻ പോലും വയ്യ. അങ്ങനെ ഒരു വിധത്തിൽ മീൻ നന്നാക്കിയണ്ടല്ലേ ഒരു ചെരുവോ. എന്നിട്ട് ഇനിയും ഉണ്ട് കേട്ടോ, 3-4 കൂടി ഞാൻ തപ്പിപ്പെറുക്കി എടുത്തു. പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു, കുളിച്ചിട്ടില്ല. എന്നിട്ടും നിങ്ങൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്നെ പറയും, കുളിക്കാതെ മീനൊക്കെ നന്നാക്കിയിട്ട് പോകാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനെയാണ്. ഇനി ഞാൻ കുളിച്ചാലും കാര്യമില്ല, കാരണം എനിക്ക് വന്നിട്ട് ഒരുപാട് പണികൾ ഇനിയുണ്ട്. ഞാൻ കുളിച്ചിട്ട് പോയിട്ട് ഇനി വന്നിട്ട് ഈ പണികളെല്ലാം എടുക്കണ്ടേ. അപ്പം ഞാനെന്ത് ചെയ്തു, നല്ലപോലെ കൈയും കാലും ഒക്കെ സോപ്പിട്ട് കഴുകി നൈറ്റി മാക്സി മാറ്റി. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ സിനി ചേച്ചീൻ്റെ വീട്ടിലായിരുന്നു അയൽക്കൂട്ടം. അതുകൊണ്ട് മീൻ അവിടെ നന്നാക്കി വെച്ചു. മത്തിയാണ്, നന്നാക്കിയാൽ എത്ര കൈ കഴുകി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മണക്കുമെന്നും എനിക്കറിയാം കേട്ടോ.
പക്ഷെ നല്ലപോലെ സോപ്പിട്ട് കൈയും കാക്ക കഴുകിയിട്ടാണ് ഞാൻ അയൽക്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഓടിപ്പോയത് കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, ഒരു കോലമാണ് സംഭവം. അങ്ങനെ അയൽക്കൂട്ടവും കഴിഞ്ഞു. ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് അയൽക്കൂട്ടം കഴിഞ്ഞിട്ട് ഇറങ്ങി കുറേ സമയം എടുത്തു കേട്ടോ. ഇന്നലെ ഒരുപാട് കാര്യങ്ങളുള്ള ദിവസമാണ്, അതുകൊണ്ട് ഒരുപാട് വൈകി. എനിക്ക് തോന്നുന്നു 5-5:30 ആവാനായി തോന്നുന്നു അയൽക്കൂട്ടം കഴിഞ്ഞപ്പോഴേ. ഞാൻ പോയപ്പോൾ തന്നെ 4:15 ആയി. അങ്ങനെ അയൽക്കൂട്ടവും കഴിഞ്ഞ് നേരെ പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് കണ്ടില്ലേ, മാറാപ്പും കെട്ടിയാണ് വരുന്നത്. നേരെ വന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, അയൽക്കൂട്ടത്തിന് പോയപ്പോൾ ഇട്ട ഡ്രസ്സ് മാറി, നൈറ്റി മാറിയിട്ട് വീണ്ടും പഴയ ഇട്ടോണ്ട് നടന്ന മാക്സി എടുത്തിട്ട് വീണ്ടും ഞാൻ തുണിയും വാരിപ്പൊറുക്കി അലക്കാൻ പോകുന്നു കേട്ടോ. ബെഡ്ഷീറ്റ് മുതൽ എല്ലാം ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു അന്തം കുന്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടില്ലേ മണ്ണൊക്കെ നിരത്തിയത് നമ്മളല്ല കേട്ടോ, നമ്മൾ പകുതി പോലും ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല, ബാക്കി JCBക്ക് നിരത്തി അല്ലോ. അങ്ങനെ പിന്നെ ഇതാ ഓരോ ആളാം വീതം 10 രൂപ എന്ന് പറഞ്ഞ് വിരിച്ചിട്ടേക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ ഉണങ്ങിയ തുണികളെല്ലാം ഞാൻ അങ്ങ് എടുത്തു കേട്ടോ. ഇത് ചേട്ടായി കഴുകിയിട്ടാണ്, ചേട്ടാൻ്റെ തുണികളുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ചേട്ടായി കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയതെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം ഇനി അടുത്ത ട്രിപ്പ് അലക്കിയിടാൻ. അപ്പോഴത്തേക്ക് ആദ്യകൂട്ടൻ അവിടെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴോ കളിക്കാൻ തുടങ്ങിയതാണ്. ആദ്യകൂട്ടനും കൂടുമൊക്കെ ഞാൻ അയൽക്കൂട്ടത്തിന് പോയപ്പോൾ തൊട്ട് കളിയാണ്. പിന്നെ ഞാൻ അലക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യകൂട്ടനെ വിളിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കളിയൊക്കെ നിർത്തിയിട്ട് വാ എന്ന് പറഞ്ഞു. ആദ്യകൂട്ടനും വന്നു, കുടു വന്നു, മോനൂസ് പിന്നെ അപ്പം എന്താ കുറച്ചൊരു കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ തുണിയെല്ലാം അവൻ നേരത്തെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവനവിടെ എന്താ അമ്മ ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മണ്ണ് അപ്പുറത്തേക്ക് കുറേശ്ശെ മണ്ണൊക്കെ ഇടുമോ അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു അവന്. അപ്പോൾ കുടുവാണ് കേട്ടോ ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അവൻ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് എന്തോന്ന് പറഞ്ഞാണ് കേട്ടോ തിരിഞ്ഞ്. അവനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പോഴേക്കും പിന്നെ ചേട്ടായി വന്നു. പിന്നെ നമ്മൾ ഈ മണ്ണിട്ട മണ്ണ് നല്ലപോലെ ഇറങ്ങണമല്ലോ, അമർന്ന് താഴോട്ട് നല്ലപോലെ ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ വെള്ളം നല്ലപോലെ മോട്ടറടിച്ച് അതിങ്ങനെ ചവിട്ടി ഇളക്കി താഴോട്ട് ഇറക്കി വിടുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തിട്ടൊന്ന് അമർന്ന് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോഴത്തേക്കും കുടുവിൻ്റെ കയ്യിൽ നിന്ന് ഫോണ് പിടിക്കേണ്ട കുഞ്ഞേന്ന് മതി വാങ്ങിയതിന് കവടിയിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രം കൊടുത്താണ്, പക്ഷെ അവന് ഫുള്ള് പിടിക്കണം. അപ്പോൾ ഒരുപാട് പിടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ വാങ്ങി. പിന്നെ ഇതാ ആദ്യകൂട്ടനും അപ്പോഴും അവൻ്റെ കയ്യിൽ തൂമ്പ തന്നെയാണ് കേട്ടോ. ഇതുണ്ടല്ലേ മണ്ണെല്ലാം ശരിക്കും കാണുന്നില്ല, വെള്ളം അടിച്ചിട്ടേ. അങ്ങനെ ഒരു 7 മണി കഴിഞ്ഞിട്ടും ഞങ്ങൾ അവിടുന്ന് കയറാനായല്ലോ. ഇരുട്ടത്താണേലും വേണ്ടില്ല എല്ലാം കൂടെ അലക്കി എടുത്തു കേട്ടോ. തുണിയെല്ലാം അലക്കിയിട്ട് അഴയക്കൂടി നിങ്ങൾ കാണുപോലും ഇല്ല കേട്ടോ. മുഴുവനും ഞങ്ങൾ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുടുവിനെ തലമുടി വരെ ചകിരി ഇട്ടിട്ട് ഉരച്ച് കഴുകിയത് അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. കാരണം അതുപോലെ കുടു ഈ ചളിവെള്ളേ മണ്ണ് നമ്മൾ തറയിലിട്ട മണ്ണ് വെള്ളം അടിക്കുമ്പോൾ കുടു ചേട്ടാൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഈ വെള്ളത്തിൽ ചളിയിൽ കിടന്ന് മറിഞ്ഞിട്ടേ അയ്യോ. പക്ഷേ നല്ലപോലെ എന്ത് ചെയ്തു, ചകിരിത്തുപ്പൊക്കെ ഉണ്ടാക്കി ആദ്യകൂട്ടനെ കുളിപ്പിച്ച് കയറ്റിയതിന് പുറകെ കുടുവിനെ ആദ്യം കുളിപ്പിച്ച് കയറ്റി, അതിന് ശേഷം ആദ്യകൂട്ടനെ അതാ പോണു കുളിപ്പിച്ച് ഈ പറഞ്ഞ പോലെ തല മുതൽ കാല് വരെ ചകിരിത്തുപ്പൊക്കെ ഉണ്ടാക്കി ഉരച്ച് കുളിപ്പിച്ച് റെഡിയാക്കി അവരെ കയറ്റി വിട്ട്. എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി വന്നപ്പോഴത്തേക്കും 3 പേർക്കും വിശന്നിട്ടുണ്ടായിരുന്നു പാവം. പക്ഷേ അവർക്ക് കുഴപ്പമൊന്നുമില്ല. വേഗം അമൃതം പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തുനിന്ന് കിട്ടിയേ. അപ്പോൾ അമൃതം പൊടി വേഗം വെള്ളം ഒഴിച്ച് 3 പേരും കൂടെ അത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാരണം മീൻ കറി വെച്ചിട്ടില്ല, നന്നാക്കി വെച്ചിട്ടാണ് അയൽക്കൂട്ടത്തിന് പോയതെന്ന് ഓർക്കണം. ഇനി വെച്ചിട്ട് വേണം തിന്നാന്നുള്ളതും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്ക് അവർ കഴിക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും കൂടെ കുളിച്ചിറങ്ങി. ഇപ്പോൾ സമയം എത്രയായി അറിയോ, 7:40. ഇത് ഞായറാഴ്ച കഴിഞ്ഞില്ലേ, ഇനി ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ച ഇല്ല, ഞായറാഴ്ച തീർന്നു. അങ്ങനെ നമ്മൾ മത്തിക്കുട്ടന്മാർ ഇതെന്നെല്ലാം മിടുക്കന്മാരായിട്ട് ചുമന്ന് തൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരെയും കൊണ്ടൊരു ഓട്ടോ ആയിരുന്നു കേട്ടോ. പക്ഷേ അതവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. കാരണം മണ്ണിൽ നമ്മൾ ഈ വെരിക്കോസൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. മണ്ണിലിങ്ങനെ കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ ചൊറിച്ചിൽ എനിക്ക് വല്ലാതെ കാല് ചൊറിയുന്നുണ്ട്. അപ്പോൾ ചൊറിഞ്ഞ് കഴിഞ്ഞത് പൊട്ടൂലോ എന്ന് ഓർത്തത് ഞാൻ ചൊറിഞ്ഞില്ല. പകരം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വാങ്ങിയ ചെരുപ്പാട്ടത് ചെരുപ്പ് വാങ്ങി. അപ്പോൾ ഞാൻ ഈ കാലിൻ്റെ വിരലും പുറകുവശമൊക്കെ ഇങ്ങനെ ഈ ഇതാവുന്നതിന് ഒരു ആശ്വാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഷൂ പോലത്തെ വാങ്ങിയത്. അങ്ങനെ ഞാൻ ലേശം ഈ ചൊറിച്ചിലിനും വേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ലേശം വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ലപോലെ കാല് ഉഴിഞ്ഞു. കുറച്ച് നേരം ഒന്ന് ഉഴിഞ്ഞു ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നു കേട്ടോ. ആ ഇരുത്തത്തിനുള്ളൊരു സുഖമുണ്ടല്ലോ,
പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കുണ്ടല്ലോ എന്താണെന്ന് പറയാൻ അറിയാത്തൊരു സുഖമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓടി നടന്ന് പണികളെല്ലാം കഴിഞ്ഞിട്ട് കുടി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആ സുഖത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ മുക്തിയായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് തേങ്ങയൊക്കെ പൊളിച്ച് നമ്മൾ മീൻ പീര വെക്കാമെന്ന് ഓർത്തു കേട്ടോ. പിന്നെ വേഗം വെളുത്തുള്ളിയൊക്കെ നന്നാക്കാൻ വേണ്ടിയിരുന്നു. വെളുത്തുള്ളി ലേശം ചുവന്നുള്ളി ഒക്കെ പെറുക്കി നന്നാക്കി അപ്പോഴത്തേക്ക് കൂട് ഊഞ്ഞാലാടാൻ റെഡിയായി. ആദ്യകൂട്ടന് ഉള്ളി നന്നാക്കാനൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. വീഡിയോ അവിടെ പിടിച്ച് നിൽക്കുന്നത് മോനൂസാണ്. അപ്പോൾ കുടുവിനാണെങ്കിൽ ഊഞ്ഞാൽ കുടു പറയുന്നുണ്ട് എൻ്റെ പല്ല് പറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്താ ഞങ്ങൾ പറയുന്ന വോയിസ് ഇടാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് വെക്കും ഇവരെല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ പാട്ട് വെക്കും. ഇവരാരും എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പാട്ടൊന്നും വെക്കൂല. ഞാനിങ്ങനെ പണിയെടുത്തുകൊണ്ട് നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർ പാട്ട് വെക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന ആ വോയിസ് അതിലിടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഇനി ഉള്ളി നന്നാക്കാനൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ പുറം പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ ആദിക്കുട്ടനോട് ഇങ്ങനെ പുറത്തൊന്ന് കുത്തിത്താ ആദിക്കുട്ടാന്ന് പറഞ്ഞേ. പണ്ട് ഞങ്ങൾ അച്ചമ്മയ്ക്ക് ഇങ്ങനെ അച്ചമ്മ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് അച്ചമ്മ പറയും അച്ചമ്മയ്ക്ക് പുറത്ത് കൂടെ ഒന്ന് കുത്തിത്താ. അപ്പോൾ മുകളിൽ മുതൽ താഴെ വരെ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ വെച്ച് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനും പറയാം ആദിക്കുട്ടനോട് ആദിക്കുട്ടൻ അമ്മയ്ക്ക് ഒന്ന് കുത്തിത്താ മുകളിൽ മുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആദിക്കുട്ടൻ കുറേ തട്ടി മുട്ടിയൊക്കെ തന്നു കേട്ടോ. പിന്നെ പീര വെക്കാനെടുത്തു. പുളി 2 കഷ്ണം പുളി ഉണ്ടായിരുന്നല്ലോ അതിട്ടു. ബാക്കി ചിലിമ്പി പുളി ഉണ്ടായിരുന്നു അതിട്ടു. ഒക്കെ കൂടി എന്തൊക്കെ കാട്ടി. അപ്പം നോക്കുമ്പോൾ മഞ്ഞപ്പൊടിൻ്റെ കുപ്പി കാലിയായിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഇല്ലെന്ന് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഉള്ളതൊക്കെ ഇട്ടിട്ട് നമുക്കിപ്പോൾ എങ്ങനെയാണ് തിന്നാൽ മതി. ഇപ്പം രുചിയൊന്നും ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും മടുത്തത് കാരണം രുചിയൊന്നും ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്തെങ്കിലും കിട്ടി തിന്നിട്ട് എവിടെയും കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായിരിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ആദ്യകൂട്ടം പറഞ്ഞു അമ്മേ നമുക്ക് ഇത്തിരി മീൻ വറുക്കും കൂടി ചെയ്യാം അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വറുക്കാൻ വേണ്ടി മുളക് പൊടി എടുത്തതായിരുന്നു. അപ്പോഴാണ് അച്ഛനും കൂടും കൂടി ചിലിമ്പിപ്പുളി ഉപ്പും മുളക് പൊടിയും കൂട്ടി തിന്നുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളും പോയി ഓരോ കഷ്ണം ചിലിമ്പിപ്പുളി തിന്നാൻ വേണ്ടിയിട്ട്. എൻ്റെ ദേവി എനിക്കത് വായിലിട്ടത് മാത്രം ഓർമ്മയുള്ളൂ. എൻ്റെ ഭഗവാൻ എങ്ങനെ ഇവർ തിരുതേത് ഓർത്ത് ഞാൻ കേട്ടോ. അങ്ങനെ അവരത് അവിടെ ഇരുന്ന് തിന്നു. ഞാൻ പറഞ്ഞു മിക്കവാറും അച്ഛനും മോനും വയറ്റുന്ന വെച്ചിൽ കുടിക്കുന്നതൊക്കെ പറഞ്ഞിട്ടോ. പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടായില്ല കേട്ടോ. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. വായിൽ വെള്ളം വരുമോ കൊടു തിന്നുന്ന കണ്ടിട്ട്. അങ്ങനെ ഇത് കണ്ടില്ല എൻ്റെ മഞ്ഞപ്പൊടീൻ്റെ കുപ്പി. ഞാൻ എന്താ അതിൻ്റെ ഉള്ളിലൂടെ പിടിച്ച പൊടിയെങ്കിലും കിട്ടട്ടെ എന്ന് ചോദിച്ച് ഞാൻ കുറേ സ്പൂണിട്ട് ഇളക്കി നോക്കി കേട്ടോ. കുപ്പി ഇട്ട് തട്ടിയിട്ടും പൊടി വീഴാനില്ല. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്തു ഇത്തിരി കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് അങ്ങോട്ട് കുഴച്ചിട്ട് ആദ്യകൂട്ടനെ ഏൽപ്പിച്ചു. ആദ്യകൂട്ടൻ പറഞ്ഞു അമ്മ ഞാൻ വറുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യകൂട്ടൻ ഇതാ മീനിൽ മുളകൊക്കെ പുരട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയാം അവരോട് ഇന്ന് മീൻ വറുക്കലും പണിയും മണ്ണ് കോരലും പണിയും മാത്രമേ ഉള്ളൂ. ഇന്ന് രണ്ടുപേരും ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. സത്യമാണ്. അന്നലത്തെ ദിവസം ഫുള്ള് പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ആദ്യകൂട്ടൻ മീൻ വറുക്കാൻ നിന്നപ്പോഴത്തേക്ക് എനിക്ക് പാത്രം കുറേ കഴുകാനുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒന്നുമില്ലേ. അപ്പോൾ ഞാൻ അപ്പുറത്ത് പാത്രം കഴുകാൻ നിൽക്കുന്ന സമയം കൊണ്ട് ചേട്ടാ ആ ചിലിമ്പിപ്പുളീൻ്റെ നീര് ആ മത്തിയിലാക്കി കൊടുത്താണ് കേട്ടോ. അങ്ങനെ ആദ്യം കൂടെ മീൻ ഓരോന്നായി പെറുക്കി വെക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞെ ഓരോന്നായി അങ്ങ് വാരിയിട്ടോ പെട്ടെന്നാവട്ടെ എന്നിട്ട് വേണം ചോറ് തിന്നാന്ന് കേട്ടോ. വിശന്ന് അങ്ങ് എത്തിയിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് നമ്മളെ മത്തി നല്ലത് കണ്ടില്ലേ. പാത്രമൊക്കെ കഴുകി എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് നല്ല ഉഷാറായി മത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് ഒരു ലേശം വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുത്തു പീരയിൽ കേട്ടോ. അങ്ങനെ പീര റെഡിയായി. പിന്നെ നമ്മൾ ചോറ് വിളമ്പലായിട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാലേ ഇങ്ങനെ എന്താ പറയുക ഈ വിശേഷങ്ങളെല്ലാം ഇത്രയും നേരമൊക്കെ നിങ്ങളെ കൊണ്ടാവുമോ കാണാനൊന്നും എനിക്കറിയില്ല. കാണുന്നത് കാണട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോഴും ഇപ്പോഴുമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ കുറച്ച് നേരം ഇപ്പോൾ 40 മിനിറ്റ് 35 മിനിറ്റൊക്കെ വരുമ്പോഴത്തേക്കും പറഞ്ഞ് സൗണ്ടിനൊരു ഇത് വരും. അപ്പം വോയിസ് ഓവർ കൊടുക്കുന്ന സൗണ്ടിലും എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചുറ്റിനും ഇവിടെ കാക്കകളിങ്ങനെ തലയ്ക്ക് ചുറ്റും പാറി നടക്കുക കേട്ടോ. ഞാൻ കുറേ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. അപ്പോൾ അവരൊന്ന് പോവും. വീണ്ടും അവർ എൻ്റെ അടുത്തോട്ട് തന്നെ വരും കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ നമ്മളെ സ്ഥാപനത്തിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണതേ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പറമ്പാണ്, കാലിയായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റിനും കാക്ക ഇങ്ങനെ എന്നെ വന്ന് എൻ്റെ വായിലോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുത്തൻ തൂണിൻ്റെ മുകളിൽ നോക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് കാക്കകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഇതാ 5 ആക്കുള്ള ചോറ് വിളമ്പിയിട്ടുണ്ട്. മത്തൻ്റെ തോരൻ വിളമ്പിയിട്ടുണ്ട്. മീൻ വറുത്തത് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ആരോ ഒന്ന് പറഞ്ഞു എനിക്ക് ഇന്ന് കുറവാണ് എന്തോ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് എണ്ണി നോക്കിയതാണ് കേട്ടോ. ആർക്കും കുറവൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട് ആളാൻ വീതം എന്ന് പറഞ്ഞു. കറി പിന്നെ വേറൊരു കോപ്പയിലേക്ക് ഞാൻ എടുത്തില്ല കേട്ടോ. നേരെ ചട്ടിയിലാക്കി ഒരു പാത്രം വെച്ചിട്ട് പാത്രത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ചോറ് ഓരോരുത്തർക്കുള്ള ചോറും അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് എല്ലാവരും വിളിച്ചു. എല്ലാവരും അതുവരെ തിന്നേരുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു കാര്യം കേട്ട് അവരെല്ലാവരും കൂടി അകത്ത് കളിയായി. പിന്നെ അപ്പുറത്തെ മക്കളും വന്ന് അവരെല്ലാവരും കൂടെ കളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ചോറിനാൻ വേണ്ടി കുടു പക്ഷേ ഇന്നലെ ചോറിനുന്നില്ലായിരുന്നു കേട്ടോ. അമൃതം പൊടി കഴിച്ചിട്ട് കുടുവും ചോറ് വേണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോറിനാനിരുന്ന സമയത്ത് കൃത്യമായിട്ട് കുടു അങ്ങോട്ട് പോയി ബാത്റൂമിൽ പോയി. കുടുവിന് അപ്പം കൃത്യം നമ്മളല്ലെങ്കിൽ ഈ അമ്മമാർ ചോറിനാൻ നിൽക്കുമ്പോൾ ഈ ചെറിയ കുട്ടികളുള്ള വീട്ടിലൊന്ന് അങ്ങനെ തന്നെ അനുഭവം പലർക്കും ഉണ്ടായി കാണും. നമ്മൾ ഒന്നെങ്കിൽ അവർക്ക് അപ്പിടാനുണ്ടാവും, ഇല്ലെങ്കിൽ അവർക്കൊരു എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്നലെ കുടു നേരെ ഞാൻ ചോറിനാനിരുന്നു. പക്ഷേ ഇപ്പോൾ കുടു ഒരു കാര്യം കിട്ടും. അയ്യോ എൻ്റെ അമ്മ എൻ്റെ കാല് തട്ടി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുടുവിന് പിന്നെ സ്വന്തമായിട്ട് അവൻ ടോയ്ലറ്റിൽ പോയി നല്ലപോലെ കഴുകി കൈയൊക്കെ സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകാനൊക്കെ പഠിച്ചു കേട്ടോ. 4 വയസ്സായപ്പോഴത്തേക്കും സ്വന്തമായിട്ട് കുളിക്കാൻ പഠിച്ചു, സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് കഴുകി ഒക്കെ വൃത്തിയായിട്ട് വരും. ചെരുപ്പ് തേച്ച് കഴുകാൻ പഠിച്ചു, പിന്നെ തുണി മടക്കി വെക്കാൻ പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടു പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്നാമത് ഇവർ മുതിർന്ന ആളുകളുള്ളത് കൊണ്ടും അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കണ്ട് അവൻ അതൊക്കെ പഠിച്ചു കേട്ടോ. അതൊരു ആശ്വാസമാണ്, കുറേ ഒരു ആശ്വാസമാണ്. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ സ്വയം ആയല്ലോ, പെട്ടെന്ന് അവരാവുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് കുറേ ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. മത്തി വറുത്തതും പീരയും മത്തൻ്റെ ഇലയൊക്കെ കൂട്ടി കഴിക്കാൻ. ശരിക്കും രാത്രിക്കത്തെ ചോറ് തീറ്റയൊക്കെ നിർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. വേറെ എന്ത് കഴിക്കും, വേറെ എന്തുണ്ടാക്കും എനിക്കറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, ഞാൻ പാത്രം കഴുകാൻ പോകുന്നത് ഞാൻ മോനോട് പറഞ്ഞു, മോൻ്റെ നീ ഇന്ന് അരി അരച്ചോട്ടോ, അമ്മ പാത്രം ഒന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞു. ഇത് കഴുകൽ തന്നെയല്ലേ ഞാൻ പറയാം. ഈ വീട്ടിൽ പെണ്ണുങ്ങൾ നേരം വെളുത്ത് അന്തി ആവുന്നത് വരെ എനിക്കൊന്നൊരു 25 വട്ടമെങ്കിലും, 25ഒന്നും അല്ല പാത്രം കഴുകലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടിച്ചു വാരലും അതുപോലെ തന്നെ ഒരു 3-4 വട്ടം അടിച്ചു വാരേണ്ടി വരും, ഒരു 19 വട്ടം പാത്രം കഴുകേണ്ടി വരും. അങ്ങനെ ഉണ്ട് കഴിഞ്ഞിട്ടുള്ള കഴുകലാണ് ഇനി. പിന്നെ ഇത് കഴുകി കഴിഞ്ഞാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, കഴുകി കഴിഞ്ഞിട്ടും നമ്മൾ ഒന്നുകൂടി തരികയാണെങ്കിൽ പിന്നെയും കിട്ടും പാത്രം കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്പൂൺ, അല്ലെങ്കിൽ ഒരു തവി, അല്ലെങ്കിൽ ഒരു അടപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നമുക്ക് പിന്നെയും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു എന്ത് ചെയ്യാന്നറിയാം, കുറച്ചങ്ങ് കഴുകി കഴിഞ്ഞാൽ പിന്നെ നോക്കാണ്ടിരിക്കാതെ മാർഗമുള്ളൂ. അങ്ങനെ പാത്രം കഴുകുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വർത്താനവും പറയുന്നുണ്ട്. അതാണ് അവിടുന്ന് ഓരോന്ന് വിളിച്ച് വയ്ക്കുന്നതെന്ന് വെച്ചാൽ വർത്താനവും പറയണം, നമ്മളെ പണിയും നടക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ പാത്രം കഴുകുന്നത് കേട്ടോ. ഒരു മതിലിൻ്റെ ഇതല്ലേ ഉള്ളൂ. ആ സമയം കൊണ്ട് മോനൂസ് അരി അരച്ച് അവൻ ആ സമയം കൊണ്ട് അകവും കൂടെ അടിച്ചു വാരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് കണ്ടിട്ട് ആരും രാത്രിയിൽ മുറ്റടിച്ച് വരാൻ പാടില്ല എന്ന് പറയണ്ട. ഞാൻ അടുക്കളയാണ് കേട്ടോ അടിച്ചു വരുന്നത്. നമ്മളെല്ലാവരും അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് രാത്രി അടുക്കള അടിച്ചു വാരൂലേ? ഇല്ലേ? അതുപോലെ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കള അടിച്ചു വാരിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ നിന്ന് മുറ്റടിച്ച് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ രാത്രി എല്ലാം കഴിഞ്ഞ് അരി അരച്ച് വെച്ച് എല്ലാം കഴിഞ്ഞ് മോനാണെങ്കിൽ അകം അടിച്ചു വാരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മുറ്റടിച്ചു വാരി ടേബിളും അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഞാൻ അങ്ങനെ ഓരോ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. നമ്മളിതെല്ലാം പാത്രങ്ങളും കഴുകി വെക്കാതെ എല്ലാം വാരി വലിച്ചിട്ടൊക്കെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കിടന്നാലും നമുക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മോനൂസ് അടിച്ചു വാരിയെങ്കിൽ ഞാൻ വീണ്ടും ഒരു വട്ടം കൂടി അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. കാരണം അവരടിക്കുമ്പം നടുക്കൂടെ ഇങ്ങ് അടിച്ചു പോരുമല്ലോ ഉള്ളൂ. എന്നിട്ട് ചേട്ടായി ചോദിക്കുന്നത് ഇതെന്താ ആളാൻ വീതം നേർച്ച നേർന്നാണോ നിങ്ങൾ, ഇതെന്താ അടിച്ചു വാരാൻ വേണ്ടി നേർച്ച നേർന്നാണോ എന്നേ. അങ്ങനെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അടിക്കലും വാരലും കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് നോക്കണ്ട കേട്ടോ. നമ്മൾ സ്റ്റെപ്പിൻ്റെ മുകളിലാണ് അച്ഛനും അമ്മയും അല്ലാത്ത എല്ലാ സാധനങ്ങളും ഉള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പുറത്ത് വെക്കാവുന്നത് അല്ലാത്ത സാധനങ്ങളൊക്കെ പെറുക്കി കുറേ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കാൻ ഞാൻ പോവാത്തതുകൊണ്ട് അപ്പനും മകനും കൂടി ഉള്ള ബെഡ്ഷീറ്റ് എടുത്ത്, വലിയ ബെഡ്ഷീറ്റ് വേണമല്ലോ, അപ്പോൾ അത് കൂടെ അങ്ങനെ അധികമൊക്കെ പോളിസ്റ്ററാണ്. ചേട്ടൻ എടുക്കുകയാണെങ്കിൽ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് എടുക്കണം. എന്നിട്ട് അത് 2 ആക്കിയൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ വിരിയുന്നവിടെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് കിടക്കണം കേട്ടോ. അങ്ങനെ ആദ്യ കൂടെ മോനൂസും കിടന്നു. അവന് മൂക്കടഞ്ഞ കാരണം ഉറക്കത്തിന് ലേശം കുറവായിരുന്നു. പിന്നെ നമ്മളും കിടക്കാമെന്ന് ഓർത്ത് പോകുന്നു കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങണം. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും 1000 സ്നേഹം അറിയിക്കുന്നു. കൂടെ കൂട്ടിയവരോട് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം.